ഇതാ മത്സരം തുടക്കാൻ പോവുകയാണ്. ഇത്തവണ ആര് ജേതാക്കളാകും? ഇത്തവണ ആര് ചരിത്രം കുറിക്കും? ആര് ജയിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതാ മത്സരം ആരംഭിക്കുന്നു. മത്സരം ആരംഭിക്കുന്നു. ഇത്തവണത്തെ ചരിത്രം കുറിക്കുന്നത് ആരാണ്? ഇത്തവണ ജേതാക്കൾ ആരാണ്? നമുക്ക് കാത്തിരുന്ന് കാണാം. കാത്തിരുന്ന് കാണാം. കരിനാഗങ്ങളെ പോലെ മൂന്ന് വള്ളങ്ങളും തുഴഞ്ഞു പോവുകയാണ്. അവരുടെ ആ ആഹ്ലാദം, അവരുടെ ആ ആർമാദം കണ്ടില്ലേ? ഈ മത്സരം വാശിയേറിയതായി കഴിഞ്ഞിരിക്കുന്നു. ലോകമേ കാണുക ഈ വാശിയേറിയ മത്സരം. വള്ളംകളി ജലോത്സവത്തിന്റെ സുന്ദരമായ ദൃശ്യങ്ങളാണിവ. ഒന്നാം ട്രാക്കിൽ നടുഭാഗം, രണ്ടാം ട്രാക്കിൽ ചമ്പക്കുളം, മൂന്നാം ട്രാക്കിൽ വിയ്യപുരം പാഞ്ഞു പോവുകയാണ്. അതെ അതെ, ഈ മത്സരം വളരെ വാശിയേറിയതാണ്. പുന്നമടയുടെ വിരി മാറി വള്ളംകളിയുടെ സിംഹകുട്ടികൾ തന്റെ മുഴുവൻ ശക്തിയും എടുത്ത് ആഞ്ഞു തുഴയുകയാണ്. ലോകമേ കാണുക ഈ കരിനാഗങ്ങളെ പോലെ ഈ വള്ളങ്ങൾ തുഴഞ്ഞു പോകുന്നത്. ഇത് ഒരാശ്ചര്യ നിമിഷമാണ്. ഒരു മലയാളിയുടെ അഭിമാനമാണിത്. മലയാളികളുടെ അഹങ്കാരമാണിത്. കാണുക കാണുക, ഓളപ്പരപ്പിലെ തീ പിടിപ്പിക്കുന്ന വിധത്തിലുള്ള വേഗത്തിൽ ഈ വള്ളങ്ങൾ പോവുകയാണ്. അതാ അതാ എത്തുന്നു എത്തുന്നു എത്തുന്നു. ഇത് ചരിത്ര നിമിഷങ്ങൾ. ഇത് ചരിത്ര നിമിഷങ്ങളാണിത്. ഒരു മലയാളിക്ക് അഭിമാനിക്കാൻ സാധിക്കുന്ന നിമിഷങ്ങൾ. ഇവരുടെ വാശിയേറിയ മത്സരം ഇങ്ങനെ തുടർന്നു കഴിഞ്ഞിരുന്നു. അതാ നടുഭാഗം പോകുന്നു, നടുഭാഗം പോകുന്നു, പോകുന്നു പോകുന്നു. രണ്ടു ചുണ്ടുകളും ഒരു വ്യത്യാസം പോലും ഇല്ലാതെ കാണികളെ ആവേശത്തിന്റെ മുൾമുനയിലെത്തിക്കുകയാണ് രണ്ടു വള്ളങ്ങളും. അതാ ചമ്പക്കുളത്തിന് എന്ത് പറ്റി? പുറകിലോട്ട് പോയിരിക്കുന്നു. ഇന്ന് രണ്ട് വള്ളങ്ങൾ നടുഭാഗം വിയ്യപുരം. ഇവർ ആര് ജയിക്കും? ഇവരിൽ ആര് ജയിക്കും? ചരിത്രം കുറിക്കുന്ന നിമിഷങ്ങളിൽ ഈ മലയാളി മനസ്സിൽ ആരെത്തും? ഈ പുന്നമട കായലിന്റെ രാജാവ് ആരാകും? നമുക്ക് തന്നെ കാത്തിരുന്ന് കാണാം. അതെ അതെ, ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഘടികാരം നിലയ്ക്കുന്ന നിമിഷങ്ങൾ. പരസ്പരം കാണികൾ ചോദിക്കുന്നു, ആര് ഇപ്പോഴത്തെ ട്രോഫി വിജയകരമായി നേടും? ആര് ഇതിന്റെ ജേതാക്കളാകും? ഇത്തവണ ആര് ചരിത്രം കുറിക്കും? നമുക്ക് കാത്തിരുന്ന് കാണാം. കാത്തിരുന്ന് കാണാം. പോകുന്നു, ആവേശ പോരാട്ടത്തിലേക്ക് പോകുന്നു. ആർപ്പോ ഇറോ ഇറോ ഇറോ, ആർപ്പോ ഇറോ ഇറോ ഇറോ. ഇതാ ഇതാ പോകുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഘടികാരം നിലയ്ക്കുന്ന നിമിഷങ്ങൾ. ഇത് ഓരോ മലയാളി തന്റെ ഹൃദയത്തിൽ സ്വപ്നമായി കണ്ടിരുന്ന കാര്യം ഇതാ വരുന്നു. ആര് ജയിക്കും? ആര് ജയിക്കും? ആര് ജയിക്കും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അതാ ആരും രണ്ടുപേരും ആവേശത്തിന്റെ മുൾമുനയിലാണ്. കാണികൾ അവരെ നോക്കൂ. അവരുടെ മുഖത്തുള്ള ആഹ്ലാദം, തന്റെ മനസ്സിലുള്ള ടീം ജയിക്കണം എന്നുള്ള ആ സന്തോഷം, തന്റെ അഹങ്കാരം, ആ മലയാളി മനസ്സ് നിങ്ങൾ കാണുന്നില്ലേ? നോക്കൂ, ആര് ജയിക്കും ആര് തോക്കും എന്ന് നമുക്ക് തന്നെ കണ്ടറിയാം. ഇന്ന് ഈ വള്ളംകളി മനസ്സിൽ ഈ ഒരു ദിവസം മലയാളികൾ കാത്തിരുന്നു. ഇന്ന് ആര് ജയിക്കും? ആര് മുന്നിലെത്തും? നമുക്ക് കാത്തിരുന്ന് കാണാം. കാണികളുടെ മനസ്സിലെ സന്തോഷം അവരുടെ മുഖത്തിലൂടെ കാണാം. അവരുടെ ആഹ്ലാദം, അവരുടെ ആവേശം. കാണികളുടെ ആവേശത്തിന്റെ മുൾമുനയിലെത്തിച്ച് ഈ വള്ളംകളി വളരെ പോരാട്ടത്തിലൂടെ എത്തിയിരിക്കുകയാണ്. വളരെ ആവേശം നിറഞ്ഞ ഈ കളി കാണാൻ എത്തിയിരിക്കുന്ന കാണികളുടെ മനസ്സ് നമുക്ക് അവരുടെ മുഖം കണ്ടു തന്നെ മനസ്സിലാക്കാം. അതാ ഇനി ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്താൻ ഏതാനും നിമിഷങ്ങൾ മാത്രം. അതാ എത്തുന്നു എത്തുന്നു. ആർപ്പോ ഇറോ ഇറോ ഇറോ, ആർപ്പോ ഇറോ ഇറോ ഇറോ. ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ഈ വള്ളംകളി ഈ വർഷത്തെ പുന്നമടയുടെ രാജാക്കന്മാർ ആരാണാകുന്നത്? അതാ അതാ അതാ, ആര് ജയിക്കും? ആര് ജയിക്കുന്നു? ആര് ജയിക്കുന്നു? ഇപ്പം നടുഭാഗം വിയ്യപുരത്തിനെ തോൽപ്പിച്ച് മുന്നിലേറുന്നു. ഇന്ന് ഞാൻ ജയിക്കും. ഇന്ന് പുന്നമടക്കായൽ എന്റെ സ്വന്തം, ഞാൻ രാജാവാകും എന്ന മുഖഭാവത്തിലൂടെ നമുക്ക് അവന്റെ അഹങ്കാരം കാണാൻ പറ്റും. അതെ, ഇനി നിമിഷങ്ങൾ മാത്രം. ആവേശവും പോരാട്ടവും വിയർപ്പും കലങ്ങിയ അവരുടെ കഷ്ടപ്പാടിന്റെ ഫലം ഇന്നറിയും. ഇന്നാര് ജയിക്കും? ഇന്നാര് ജയിക്കും? രണ്ടു ടീമുകളും കരിനാഗങ്ങളെ പോലെ മുന്നോട്ട് കുതിക്കുകയാണ്. ഒരിഞ്ച് പോലും വ്യത്യാസമില്ലാതെ, ഒരു ഇഞ്ചോടിഞ്ച് വ്യത്യാസമില്ലാതെ രണ്ടുപേരും പോരാടുകയാണ്. അതെ അതെ, നടുഭാഗം പോകുന്നു, നടുഭാഗം പോകുന്നു, പോകുന്നു പോകുന്നു. കൺതുറന്നു കാണൂ മലയാളികളെ, നമ്മുടെ നടുഭാഗം ഇന്നും മത്സരത്തിൽ വിജയിയാകുമോ? നമുക്ക് കാണാം, നമുക്ക് കാണാം, നമുക്ക് കാണാം. ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ള ഒരു നിമിഷം
ഈ നിമിഷത്തിന് വേണ്ടി ഈ കേരളം മുഴുവൻ, നിങ്ങളൊന്ന് ആലോചിക്കൂ, ഈ ഇന്ത്യയിലുണ്ടോ, ഈ ലോകത്തിലുണ്ടോ ഇതുപോലുള്ള ഒരു സംഭവം? അതെ, പോകുന്നു പോകുന്നു, അതേ ചരിത്ര നിമിഷം, അതെ നമ്മുടെ നടുഭാഗം വിജയിച്ചിരിക്കുന്നു. ഇന്ന് ഈ പുന്നമടക്കായലിന്റെ രാജാവാകാൻ നടുഭാഗം അർഹതപ്പെട്ടിരിക്കുന്നു. അവന്റെ അർഹതമായ വിജയം അവൻ നേടിയിരിക്കുന്നു. എല്ലാ കാണികൾക്കും നന്ദി, നമസ്കാരം. ഈ കാണാനെത്തിയ മത്സരം വളരെ ആവേശകരമായിരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.